നാഷണൽ ഹെറാൾഡ് കേസിൽ ഇഡി കുറ്റപത്രത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ദില്ലി കോടതി അന്വേഷണം തുടരണമെന്നും കോടതി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. റഷീദ്, രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും പ്രതിപട്ടികയിലാക്കിയാണ് കുറ്റപത്രം നിൽക്കുന്നത്. ഇപ്പോൾ അതിൽ ഇടപെടാൻ വിസമ്മതിക്കുകയാണോ ദില്ലി കോടതി? അന്വേഷണം ഈ രീതിയിൽ തന്നെ തുടരണം, അല്ലെങ്കിൽ അന്വേഷണം തുടരേണ്ടതുണ്ട് എന്ന നിലപാടാണോ കോടതി സ്വീകരിച്ചിരിക്കുന്നത്? മനു, നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ, അതോടൊപ്പം തന്നെ ഗൂഢാലോചന തുടങ്ങിയിട്ടുള്ള കുറ്റങ്ങൾ ചുമർത്തിക്കൊണ്ടായിരുന്നു ഇ.ഡി. ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഈ ഒരു കുറ്റപത്രത്തിന്മേലാണ് ഇപ്പോൾ ഇടപെടാനില്ല എന്നുള്ള കാര്യം ദില്ലി റൌസ് അവന്യൂ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഈ അന്വേഷണം തുടരണമെന്നുള്ള ഒരു കർശന നിർദ്ദേശം കൂടി കോടതി ഇ.ഡിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കലിലൂടെ 2000-ലധികം കോടി രൂപ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തട്ടിയെടുത്തിരുന്നു. ഇതിനെതിരെ ഇ.ഡി. ചില പ്രത്യേക തെളിവുകളൊക്കെ തന്നെയും കണ്ടെത്തുകയും അത് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ 16-ാം തീയതി, അതായത് ഇന്നത്തേക്ക് വിധി പറയുമെന്നുള്ള കാര്യം ദില്ലി റൌസ് അവന്യൂ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കുറ്റപത്രത്തിന്മേൽ ഇടപെടാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുമ്പോൾ പോലും അന്വേഷണം അത് ഊർജിതമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. കള്ളപ്പണം വെളുപ്പിക്കൽ, ഗൂഢാലോചന എന്നിവയിലടക്കം കൃത്യമായിട്ടുള്ള തെളിവുകൾ അത് കണ്ടെത്തിക്കൊണ്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ ദില്ലി റൌസ് അവന്യൂ കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കുറ്റപത്രത്തെ ചോദ്യം ചെയ്തായിരുന്നല്ലോ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കോടതിയിലേക്ക് പോയത്. അവിടെയാണല്ലോ ഇപ്പോൾ കോടതി കുറ്റപത്രത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേ കേന്ദ്ര ഏജൻസികളെയല്ലേ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഈ സംസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? പല കേസുകൾ ഈ ഇ.ഡി. കേസുകളിൽ ഒരു ഇരട്ടത്താപ്പ് കോൺഗ്രസ് അത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും നിരവധി കേസുകളിൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളടക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരത്തിൽ അന്വേഷണത്തിന് വിധേയമാകുമ്പോൾ പോലും കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു ചില വിഷയങ്ങളിലൊക്കെ തന്നെയും ഇ.ഡി. എത്തുമ്പോൾ അതിന് സ്വാഗതം ചെയ്യുന്ന ഒരു നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ദില്ലി റൌസ് അവന്യൂ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കുറ്റപത്രത്തിൽ ഇടപെടാനില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയെങ്കിൽ പോലും അന്വേഷണം അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ.ഡി. കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖ നേതാക്കളാണ് ഇത്തരത്തിൽ കോടികൾ വരുന്ന, അതായത് 2000-ഓളം കോടി രൂപ വരുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് അതിനെ രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ചും ഇ.ഡി.യെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുകയാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസിൻ്റെ പല നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ തിരിച്ചടി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഈ കുറ്റപത്രത്തെ എതിരെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഇ.ഡിയുടെ കുറ്റപത്രത്തിന്മേൽ ഇടപെടാനില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി.